കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം സത്യവാങ്മൂലം നൽകണമെന്നും ലൈംഗിക അതിക്രമം ഉൾപ്പെടെ പരിശോധിക്കണമെന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 3 വർഷം മുമ്പ് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് 2021 റിപ്പോർട്ട് DGP കൈമാറിയിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു, സർക്കാർ നടപടി സ്വീകരിക്കാത്തത് ആശ്ചര്യമുണ്ടാക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരമാണോ സിനിമാ നയം എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നവംബറിൽ നടക്കാൻ പോകുന്ന ചലച്ചിത്ര കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, ചലച്ചിത്ര നയം രൂപീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. കുറ്റകൃത്യങ്ങൾ നടന്നുവെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെ ഒരു സിനിമാ നയത്തിലൂടെ പരിഹരിക്കാൻ കഴിയും? കുറ്റകൃത്യം നടത്തിക്കഴിഞ്ഞാൽ ആ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതല്ലേ പ്രധാനം, അല്ലാതെ അത് ഇനി ഇല്ലാതിരിക്കാനുള്ള നയമുണ്ടാക്കലാണോ പ്രധാനം എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും മുദ്രവച്ച കവറിൽ സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം വായിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നത് ആണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.